വീട് വെക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ഒരു പരമ്പരാഗതമായിട്ടുള്ള മോഡലിൽ തന്നെ ചെയ്യണം എന്നതാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. കേരള മാതൃകയിലുള്ളൊരു വീട് വേണം എന്നായിരുന്നു ആഗ്രഹം. അത് എപ്പോഴോ അങ്ങനെ മനസ്സിൽ കയറിക്കൂടിയ ഒന്നാണ്. അപ്പോൾ ഈ വെട്ടുകല്ല് ഇങ്ങനെ തേക്കാത്ത രീതിയിൽ ഉള്ള വീട് വേണം എന്നും ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിനൊരു കോൺസെപ്റ്റാണ് അങ്ങനെ ഉണ്ടായത്. തട്ടിട്ട മച്ച് ഉള്ള വീടാവണം, ഓട് തന്നെ ആവണം, അങ്ങനെയൊക്കെയുള്ള ചില നിർബന്ധ ബുദ്ധികളും ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീട് പണിയിലേക്ക് എത്തുന്നത്. അങ്ങനെ പഴയ വീടുകൾ ഇങ്ങനെ ഒന്നാകെ പൊളിച്ചെടുക്കാൻ നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ വീട് എടുക്കുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ 11 വീടുകളും ഒരു സ്കൂളും ലേലത്തിൽ പിടിച്ച് അതിൽ നിന്നുള്ള മരങ്ങൾ പൂർണ്ണമായും കൊണ്ടുവന്ന് ശേഖരിച്ച് അങ്ങനെ തൊട്ടപ്പുറത്തൊരു പറമ്പ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ ഇതൊക്കെ ഡംപ് ചെയ്ത് ാണ് ഇതിൻ്റെ കളക്ഷൻ. ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം മെറ്റീരിയൽ കളക്ഷന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കേണ്ടി വന്നു. 11 വീടുകൾ പൊളിച്ചുള്ള മുഴുവൻ സാധനങ്ങളും ഒരു സ്കൂളിൻ്റെ സാധനങ്ങളും പൂർണ്ണമായും ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉരുപ്പടികളും അതിൽ നിന്നുണ്ടാക്കി വീടിൻ്റെ വാതിൽ, കട്ടള, ജനൽ, തട്ട്, പിലാക്കട്ടകൾ, തട്ടുപലകകൾ, കോണി, കഴുക്കോല്, എല്ലാം ഉത്തരങ്ങൾ പൂർണ്ണമായും അതെല്ലാം പഴയ മരത്തിൽ തന്നെ നമുക്ക് കിട്ടി. കുറച്ച് മരം, ഒരു ചെറിയ മരം മാത്രം പുതിയത് എടുക്കേണ്ടി വന്ന് കഴുക്കോലിന് വേണ്ടിയിട്ടാണ്. അത് ഈ പൂമുഖത്തിൻ്റെ കഴുക്കോല് ചെയ്യാൻ ലേശം കട്ടി കൂടിയ കഴുക്കോലുകൾ പൂമുഖം ആയതുകൊണ്ട് അങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോൾ മാത്രം അതിനുള്ള വളരെ കുറച്ച് മരം മാത്രമാണ് നമുക്ക് പുതിയ മരം മില്ലിൽ പോയി എടുക്കേണ്ടി വന്നത്. ബാക്കി എല്ലാം ഈ പഴയ മരത്തിൽ നിന്ന് കിട്ടി. ഇത് നമ്മൾ പൊളിച്ച സ്ഥലത്ത് നിന്ന് കിട്ടിയ കല്ലുകൾ തന്നെയാണ്. നമ്മൾ നെടുമ്പര ഒരു വീടിൻ്റെ മുറ്റത്ത് വിരിച്ചിരുന്ന കല്ല് അവർക്ക് അവിടെ നിന്ന് മാറ്റിയിട്ട് അവർ ഇൻ്റർലോക്ക് ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ കല്ല് നമ്മൾ പഴയ വിലയ്ക്ക് പൊളിച്ച് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പൊളിച്ചെടുത്ത് കൊണ്ടുവന്ന കല്ലുകളാണ് ഇതിലെ ഈ ചെറിയ ടൈപ്പ് കല്ലുകൾ. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പങ്ങാരപ്പള്ളിയിലത്തെ വീട് പൊളിച്ചതാണ്. പങ്ങാരപ്പള്ളി ഗോപിയേട്ടൻ്റെ വീട് പൊളിച്ച അതിൻ്റെ അതേ സ്റ്റെപ്പുകളാണ് ഈ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് കൊണ്ടുവന്ന സാധനങ്ങളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനൊന്നും വേറെ കോസ്റ്റ് പിന്നെ വരരുത് എന്നൊരു നിർബന്ധ ബുദ്ധി അതിനകത്തുണ്ടായിരുന്നു. ഇത് നമ്മൾ തിണ്ണയിൽ ഇങ്ങനെ ഈ പഴയ മോഡൽ തന്നെ വേണം, തിണ്ണയിൽ മരം തന്നെ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇങ്ങനത്തെ മരം നമുക്ക് കിട്ടി. ഇത് നമ്മുടെ ചെറുതുരുത്തിയിലെ ഒരു സ്ഥലത്തൊരു വീട് പൊളിക്കാൻ പോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മനക്കാർ അവർ പറഞ്ഞു അവരുടെ അടുത്ത് കുറച്ച് പണ്ട് പൊളിച്ച മരങ്ങൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാണ്. അവരുടെ വാതിൽ പലകകളാണ് ഇതിൽ പൂർണ്ണമായും വിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ കോസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാനും പറ്റി. ഇതിലേക്ക് വളരെ കാതലുള്ള നല്ല പ്ലാവിൻ്റെ പലകകൾ, നല്ല കനത്തിലുള്ള അവരുടെ വാതിലുകളാണ് അത് ഉപയോഗപ്പെടുത്താൻ പറ്റി. ഇത് തൂണ് നമ്മൾ സത്യത്തിൽ തൂണാണ് നമ്മുടെ ഒരു എല്ലാവരും ഈ തൂണിന് എത്രയാണ് വില എന്നതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തൂണ് ചെയ്യാനായി എന്താണ് നമ്മുടെ ഒരു ഗുണം? ഇതിന് മരത്തിൽ നമ്മൾ ഈ തൂണ് ചെയ്യുകയാണെങ്കിൽ ഒരു 15,000 രൂപയോളം വരും. കരിങ്കല്ലിൽ ചെയ്യുകയാണെങ്കിലും ഏതാണ്ട് അത്ര വരും. വെട്ടുകല്ലിൽ ചെയ്യുകയാണെങ്കിലും തൂണിൻ്റെ കോസ്റ്റ് അത്ര വരും. പക്ഷേ ഇത് നമ്മുടെ
നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലെ വേലൂർ തിരുത്തിപ്പറമ്പിലുള്ള ജയേട്ടൻ്റെ ഒരു വർക്ക്ഷോപ്പുണ്ട്. എല്ലാ ഇത്തരത്തിലുള്ള തൂണുകളും ഈ വാദ്യോപകരണങ്ങളും ഒക്കെ കടഞ്ഞെടുക്കുന്നത് ഇവിടെയാണ്. അവിടെ നമ്മൾ ആകെ 2250 രൂപയാണ് ഈ ഒരു തൂണിൻ്റെ കോസ്റ്റ്. കരിമ്പനയാണ്. നമുക്ക് അത് ഒന്നും വേണ്ട, കരിമ്പന അവർ തരും, മറ്റേ കടഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് തരും, ഈ രൂപത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് തരും. അതിന് 2250 രൂപയാണ് അന്ന് അതിൻ്റെ കോസ്റ്റ് ഉള്ളത് ഒരെണ്ണത്തിന്. അങ്ങനെ 7 തൂണുകൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തൂണിൻ്റെ ഇരിപ്പ് അതിനവർ വേറെ പൈസ വേണം. പക്ഷേ നമ്മുടെ അടുത്ത് മരങ്ങളുണ്ടായിരുന്നുകൊണ്ട് അത് നമ്മൾ മരം ജോയിൻ്റ് അടിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അതിന് കടച്ചിൽ കൂലി മാത്രമേ വന്നുള്ളൂ. അങ്ങനെ ഈ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തൂണ് പൂമുഖത്ത് വയ്ക്കാനായി എന്നതാണ് ഇതിൻ്റെ ചിലവ് കുറയ്ക്കുന്നതിലേക്ക് ബാധകമായ ഒന്ന്. പിന്നെ ഇതൊക്കെ പഴയ എന്താ പറയുക, ഈ പിച്ചളയൊക്കെ നമ്മൾ എന്താ പറയുക, അതൊക്കെ കെട്ടിയത് പഴയ ഈ വാതിലിൻ്റെ ഇത് പൊളിച്ചപ്പോൾ ഈ വാതിലിമ്പിലുണ്ടായിരുന്ന പിച്ചള ചുറ്റുകളാണ്. അത് ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമാണ് അതിനകത്ത്. അതവിടെ വെക്കാനുള്ള പൈസ മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് ഇവിടുന്ന് നമ്മൾ കയറുന്നത് പൂമുഖമാണ്. പൂമുഖത്ത് ചാന്താണ്. പൂമുഖത്ത് മാത്രമല്ല, വീട്ടിൽ മൊത്തം കാവി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഈ ടൈല് നമുക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് എന്നൊക്കെ പറയും. പക്ഷേ അത് വഴുക്കലുണ്ടാവുന്നു, അല്ലെങ്കിൽ കാലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കി ചാന്തിനൊരു കുഴപ്പമില്ല. ചാന്തിന് ഈ വരുമ്പോൾ അയ്യേ ചാന്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട് പണിയുടെ ഒരു ഘട്ടത്തിലാണ് മുസ്തഫ എന്നെ ഓർമ്മ വരുന്നതും മുസ്തഫയുടെ സഹായം തേടുന്നു. അതായത് നമ്മളിങ്ങനെ ഈ പഴയ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് തന്നെ വീട് നിർമ്മിക്കാനാകും എന്നൊക്കെ ഇങ്ങനെ തെളിയിച്ച് അഹങ്കാരത്തോടു കൂടെ അങ്ങനെ മുൻപിലേക്ക് പോവുകയാണ്. അങ്ങനെ അഹങ്കരിച്ച് മുമ്പിലേക്ക് പോകുന്നൊരു ഘട്ടത്തിലാണ് പ്ലാനിനകത്ത് ചില ചേഞ്ചസ് ആവശ്യമായിട്ട് വരുന്നത്. മരത്തിൻ്റെ ഇതായതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഓർമ്മയില്ലേ, അതെ, ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വരാന്ത കോൺക്രീറ്റ് സ്ട്രക്ചർ വേണം എന്ന് അന്ന് മരപ്പണി ചെയ്യുന്ന വ്യക്തി പറയുകയാണ്. അതിനി മരത്തിൽ ചെയ്യാൻ കഴിയില്ല, ഓടിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഒരു കോൺസെപ്റ്റുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. അങ്ങനെ ഞാൻ ചെറുതുരുത്തിയിൽ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് മുസ്തഫയുടെ ഓഫീസ് കാണുന്നത്. മുസ്തഫനെ മുമ്പ് പരിചയമുണ്ട്. അപ്പോൾ ചെന്ന് നേരെ മുസ്തഫയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മുസ്തഫ രക്ഷിക്കണം, ഇങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെട്ട് കിടക്കുകയാണ്, ഒന്ന് വീട്ടിൽ വരണം,
ഇങ്ങനൊരു പണി നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണ് മുസ്തഫ വരുന്നത്. മുസ്തഫ വന്നതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഈ നിലവിൽ കാണുന്ന ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഈ ട്രഡീഷണൽ മോഡലിൽ തന്നെ ഓട് ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. മാഷ് ശരിക്കും നമുക്ക് തരുന്നൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ അവിടെ ഒരു ബാൽക്കണി വേണം, പിന്നെ റൂഫ് ഒരു 25 ഫീറ്റിൽ നമുക്ക് നിർത്തണം, അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടിയിട്ട് 25 ഫീറ്റിൽ നിർത്തണം. അപ്പോൾ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന കാർപ്പൻറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള വർക്കേഴ്സ് എല്ലാം പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അപ്പോൾ നമുക്കത് നോക്കാം, വർക്കൗട്ട് ചെയ്ത് നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് അത് നമ്മളത് വന്ന് കണ്ട് പിന്നെ മാഷ് പറഞ്ഞ രീതിയിൽ അത് മരത്തിൽ ചെയ്യണം എന്നുള്ളത് കൂടെ മാഷിന് നിർബന്ധമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പഴയ ഇതെല്ലാം എടുത്തിട്ട് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ പിന്നീട് അതൊരു കോൺക്രീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീടിനുള്ള ആ ഭംഗി നഷ്ടപ്പെടും, പിന്നെ പഴമ നഷ്ടപ്പെടും, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ മാഷ് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വീട് നമുക്ക് മാഷും നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഒരു ടീം വർക്കായിട്ട് ഫിനിഷ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഈ വീടിൻ്റെ ഇന്ന് കാണുന്ന എലിവേഷനിലേക്ക് മാറ്റിയത് ജൈവ ബിൽഡേഴ്സ്. ഞാൻ മറ്റേ ജൈവ ബിൽഡേഴ്സ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വളരെ ഔപചാരിക തോന്നുകയാണ്, അത് മുസ്തഫയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാക്യം. വീട് പണിയിൽ ഏറ്റവും നമ്മൾ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ അത് ഏറ്റെടുത്ത് അതിനെ ഇന്ന് കാണുന്ന ഈ ഒരു എലിവേഷനിലേക്ക്, അതായത് എനിക്ക് സംതൃപ്തി നൽകുന്ന എൻ്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട വീടാക്കി മാറ്റി തന്നത് ജൈവ ബിൽഡേഴ്സ് ആർക്കിടെക്ട്സ് മുസ്തഫയാണ്. അത് പറയാൻ ഒരു മടി അതിനകത്തില്ല. നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് തന്നെ അത് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവിധ സഹായവും ഉപദേശവും ഒക്കെ ചെയ്തു തന്നത് മുസ്തഫയാണ്.